So today we will learn about silk. So there are two types of animal fiber. First one is wool and the second one is what? Silk. So wool fiber ne patti nammal already padichu. So next nokan പോകുന്നത് silk fiber. So silk fibers are also animal fibers. അല്ലേ silk fiber എന്ന് പറയുന്നതും animal fiber ആണ്. Then silkworms spin the silk fibers. The rearing of silkworms for obtaining silk is called what? Sericulture. Sericulture എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ എന്താണ് നമ്മുടെ സിൽക്കിന് വേണ്ടിയിട്ട് സിൽക്ക് ഫൈബറിന് വേണ്ടിയിട്ട് സിൽക്ക് വേംസിനെ വളർത്തുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സെറികൾച്ചർ. സിൽക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സിൽക്ക് വേം എന്ന് അല്ലെ? പട്ടുനൂൽ പുഴു നിന്നാണ് നമുക്ക് സിൽക്കിന്റെ ഫൈബർ ലഭിക്കുന്നത്. സോ അങ്ങനെയുള്ള പട്ടുനൂൽ പുഴുക്കളെ എന്താണ് വളർത്തുന്ന ആ പ്രോസസ്സിനെ, ആ ഇൻഡസ്ട്രീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറികൾച്ചർ. ഓക്കെ. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈസിന്റെ ലൈഫ് സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മുട്ട, ലാർവ, പ്യൂപ്പ ആൻഡ് ദെൻ ബട്ടർഫ്ലൈ. സോ സെയിം തന്നെയാണ് ഇവിടെ ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത്. പട്ടുനൂൽ പുഴുവിന്റെ എന്താണ് ലൈഫ് ഹിസ്റ്ററി പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ്? The female silk moth lays egg from which hatch larvae which are called what? Caterpillars or silkworms. So first നമ്മുടെ എന്താണ് female silk moth അല്ലെ? ഫീമെയിൽ എന്താണ് പെൺ സിൽക്ക് വേം ബട്ടർഫ്ലൈ എന്താണ് മുട്ടയിടും. ഫസ്റ്റ് പ്രോസസ് അതാണ്. മുട്ടയിൽ നിന്ന് പിന്നെ നെക്സ്റ്റ് പ്രോസസ് എന്താണ്? ലാർവ ഉണ്ടാവും അല്ലെ? മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് മാറും. സോ ആ ലാർവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റർപില്ലേഴ്സ് ഓർ സിൽക്ക് വേംസ്, പട്ടുനൂൽ പുഴു. സോ മുട്ടയിൽ നിന്ന് ലാർവ ഉണ്ടായി. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? They grow in size when the caterpillar is ready to enter the next stage of its life history, that is called pupa. നിങ്ങൾക്ക് അറിയാലോ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള്. സോ മുട്ട ഇട്ടു, മുട്ടയിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ലാർവയായിട്ട് മാറി. ലാർവയിൽ നിന്ന് അടുത്ത സ്റ്റേജ് എന്താണ്? പ്യൂപ്പ അല്ലെ? സോ പ്യൂപ്പ ആവുന്നതിന് മുൻപായിട്ട് അതെന്താ ചെയ്യുന്നത് നോക്കാം. സോ പ്യൂപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് അല്ലെ? സോ അതിന് ചുറ്റും ഒരു കവറിങ് മാതിരി ഉണ്ടാവും. സോ ആ പുഴു ഉണ്ടല്ലോ നമ്മുടെ സിൽക്ക് വേം, പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു എന്താണ് ചെയ്യുന്നത്? It swings its head from side to side in the form of figure 8. So 8 എന്നുള്ള നമ്പർ ഇല്ലേ? ആ നമ്പറിന്റെ ഷേപ്പില് നമ്മുടെ കാറ്റർപില്ലർ, ഓക്കെ, കാറ്റർപില്ലർ ഇതിന്റെ തല വെച്ചിട്ട് 8 എന്നുള്ള ഷേപ്പിൽ ഇങ്ങനെ എന്താണ് അതിന്റെ കൊക്കൂൺ നെയ്യുകയാണ്. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഇങ്ങനെ 8ന്റെ ഷേപ്പിൽ. സോ എന്താണ് ഇതിന്റെ ഇവിടെയാണ് കാറ്റർപില്ലർ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ തല, അതിന്റെ ഹെഡ് പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നെയ്ത്. സോ എങ്ങനെയാണ് 8ന്റെ ഷേപ്പിലാണ് അതിങ്ങനെ അതിന്റെ ചുറ്റിനുമുള്ള എന്താണ് കൊക്കൂൺ നെയ്യുന്നത്. ഓക്കെ. സോ then it swings its head from side to side in the form of figure 8. So during these movements of the head, the caterpillar secretes fiber made of protein which hardens on exposure to air and becomes silk fiber. So ഈ പുഴു ഈ നെയ്യുന്നത് എന്താണ്? കൊക്കൂണാക്കി മാറാൻ വേണ്ടിട്ട് എന്താണ് നെയ്യുന്നത്? ഒരു കൈൻഡ് ഓഫ് ഫൈബർ അല്ലെ? അതാണ് നമ്മുടെ എന്താണ് സിൽക്ക് ഫൈബർ. സോ ഇറ്റ് സെക്രീറ്റ്സ് വാട്ട്? ഫസ്റ്റ് പ്രോട്ടീൻ അല്ലെ? നമ്മളെ ഈ എന്താണ് പുഴു അതിന്റെ തലയുടെ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ 8ന്റെ ഷേപ്പില് 8 നമ്പറിന്റെ ഷേപ്പിൽ ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ആ ഒരു ഷേപ്പിൽ നെയ്ത്. സോ അത് സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? പ്രോട്ടീൻ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. വിച്ച് ഹാർഡൻസ് ഓൺ എക്സ്പോഷർ ടു എയർ. സോ അത് എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്താണ് ആ പ്രോട്ടീൻ? ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു വാട്ട്? സിൽക്ക് ഫൈബർ. മനസ്സിലാവുന്നുണ്ടോ? സിൽക്കിന്റെ നൂലായിട്ട് കൺവേർട്ട് ചെയ്യാണ്, ഫൈബർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. Soon the caterpillar completely covers itself by silk fibers and turns into what? Pupa. This covering is known as cocoon. So മുട്ടയിൽ നിന്ന് പുഴു ഉണ്ടായി. Then പുഴു എന്താണ് ചെയ്യുന്നത്? പുഴുവാണ് തനിക്ക് ചുറ്റും എന്താണ്
ഒരു കൊക്കൂൺ, അതായത് ഒരു ഷെൽ, നിങ്ങൾക്ക് അറിയാലോ ബട്ടർഫ്ലൈയുടെ ആ ഒരു ലൈഫ് ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ചുറ്റിനുമായിട്ട് ഒരു കോട്ടിങ് ഉണ്ടാക്കുകയാണ് അല്ലെ ഈ സിൽക്ക് വർം. സോ ആ സിൽക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഈസ് കോൾഡ് വാട്ട്, കൊക്കൂൺ. സോ ഇതിന് ചുറ്റിനുമുള്ള ഒരു ആ കവറിങ് എങ്ങനത്തെ ഷേപ്പിലാണ്, ഒരു 8ന്റെ ഷേപ്പിലാണ് അതിങ്ങനെ എന്താണ് തനിക്ക് ചുറ്റുമുള്ള ആ കവറിങ് നെയ്യുന്നത്. സോ അതങ്ങനെ അതിന്റെ തലയുടെ പോർഷൻ വെച്ചിട്ട് 8ന്റെ ഷേപ്പിൽ ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, പ്രോട്ടീൻ ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ആ പ്രോട്ടീൻ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, സിൽക്ക് ഫൈബർ ആയിട്ട് മാറുന്നത്. സോ ആ എന്താണ് പ്യൂപ്പൽ സ്റ്റേജിലുള്ള അതിന് ചുറ്റുമുള്ള കവറിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഇറ്റ്സ് കോൾഡ് കൊക്കൂൺ. ദിസ് ഈസ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് കോൾഡ് വാട്ട്, കൊക്കൂൺ. സോ അതിനകത്ത് ഇങ്ങനെ ഒരു ചുറ്റിനും ഒരു ഷീൽഡ് മാതിരി ഉണ്ടാക്കി അതിനകത്ത് എന്താണ് ആ ലാർവൽ പ്യൂപ്പ സ്റ്റേജിൽ അത് ആ പുഴു അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ദ ഫർദർ development of the pupa into moth continues inside the cocoon. So ആ കൊക്കൂണിന്റെ അകത്ത് ഇരുന്നിട്ടാണ് പിന്നെ എന്താണ് അത് ബട്ടർഫ്ലൈ ആയിട്ട് എന്താണ് വളരുന്നത്. ഓക്കെ, സിൽക്ക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ വീവിംഗ് സിൽക്ക് ക്ലോത്ത്. സോ സിൽക്ക് ഫൈബേഴ്സ് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം, സിൽക്ക് പട്ടുസാരികളും അതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിൽക്ക് ഫൈബർ യൂസ് ചെയ്യുന്നത്. The silk yarn is obtained from the cocoon of the silk moth. സോ ആ കൊക്കൂൺ നമ്മൾ പഠിച്ചു, ആ കൊക്കൂൺ എന്തുകൊണ്ടാണ്, സിൽക്ക് ഫൈബർ കൊണ്ടാണ് ആ പുഴു നെയ്യുന്നത് അല്ലെ. അതിന് ചുറ്റുമുള്ള ആ കൊക്കൂണിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, സിൽക്ക് ഫൈബർ ലഭിക്കുന്നത്. There is a variety of silk moth which look very different from one another, and the silk yarn they yield is different in texture. Thus, tussar silk, muga silk, kosa silk, etc. are obtained from cocoons by different type of moth. സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പട്ടുനൂൽ പുഴുവിലും വെറൈറ്റി ഉണ്ട്. ഓക്കെ, പല വെറൈറ്റിയിലുള്ള പട്ടുനൂൽ പുഴുക്കളുണ്ട്. സോ അതിൽ നിന്ന് ലഭിക്കുന്ന ഫൈബറും എന്താണ്, ഫൈബറും വ്യത്യാസമുള്ളതായിരിക്കും. സോ എന്താണ് ടസർ സിൽക്ക്, മൂഗ സിൽക്ക്, കോസ സിൽക്ക്, ഇങ്ങനെയുള്ള എന്താണ് വെറൈറ്റി ഓഫ് സിൽക്ക് ഫൈബർ നമുക്ക് പല ഡിഫറെന്റ് വെറൈറ്റി ഓഫ് എന്താണ് സിൽക്ക് വേമിൽ നിന്ന് നമുക്ക് ലഭിക്കും. നിങ്ങൾക്കറിയാം സിൽക്ക് സാരി തന്നെ പല എന്താണ് പല വെറൈറ്റി ഉണ്ട്. ടസർ സിൽക്ക്, കോട്ട സിൽക്ക്, മൂഗ സിൽക്ക്, കോസ സിൽക്ക്, അങ്ങനെ പറഞ്ഞിട്ട് പല വെറൈറ്റി ഉണ്ട്. സോ അതൊക്കെ ലഭിക്കുന്നത് എങ്ങനെയാണ്, പല ടൈപ്പിലുള്ള എന്താണ് സിൽക്ക് വേമിൽ നിന്നാണ് പല ഡിഫറെന്റ് സിൽക്ക് ഫൈബേഴ്സ് നമുക്ക് ലഭിക്കുന്നത്. ദ മോസ്റ്റ് കോമൺ സിൽക്ക് മോത്ത് ഈസ് ദ മൾബറി സിൽക്ക് മോത്ത്. സോ സാധാരണ കാണപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാം, ബട്ടനൂൽ പുഴുവിന്റെ ഭക്ഷണം എന്താണ്, മൾബറിയുടെ ഇലകളാണ് അല്ലെ. സോ the most common silk moth ഏതാണ്, mulberry silk moth. The silk fiber from the cocoon of this moth is very soft and elastic and can be dyed in beautiful colors. So mulberry ഇലയിൽ കാണപ്പെടുന്ന സിൽക്ക് വേം ആണ് കോമൺ ആയിട്ട് കാണുന്നത്. സോ അതിൽ നിന്ന് ലഭിക്കുന്ന എന്താണ് ആ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സോഫ്റ്റ് and elastic and can be dyed in beautiful colors അല്ലെ. പല വിധത്തിലുള്ള കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഏത് സിൽക്ക് മോത്തിൽ നിന്ന്, മൾബറി ലീവ്സിൽ കാണപ്പെടുന്ന എന്താണ് സിൽക്ക് വേമിൽ നിന്ന് ലഭിക്കുന്ന നൂലെന്ന് പറയുന്നത് വളരെയധികം സോഫ്റ്റ് ആണ്. അതിനെ നമുക്ക് പല കളേഴ്സ് ആക്കി, പല കളേഴ്സ് ഉള്ള ഡൈസിൽ നമുക്ക് മുക്കിയിട്ട് പല ഡിഫറെന്റ് കളേഴ്സിലുള്ള നൂലാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. Sericulture or culture of silkworms is a very old occupation in India. India produces plenty of silk on a commercial scale. So ഇന്ത്യയിൽ എന്താണ്, ഇറ്റ്സ് എ വെരി ഓൾഡ് ഓക്യുപ്പേഷൻ, പണ്ട് കാലത്തെ തൊട്ടേ ഉള്ള ഒരു ഓക്യുപ്പേഷൻ ആണ് സിൽക്ക് എന്താണ് സെറികൾച്ചർ. സെറികൾച്ചർ എന്താണ് നമ്മൾ പഠിച്ചത്, സിൽക്ക് ഫൈബർ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പട്ടുനൂൽ പുഴുക്കളെ വളർത്തിയെടുക്കുന്ന ആ ഇൻഡസ്ട്രിക്കാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇത് എന്താണ് പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ദെൻ ഫ്രം കൊക്കൂൺ ടു സിൽക്ക് എങ്ങനെയാണ് പ്രോസസ്, എങ്ങനെയാണ് നമുക്ക് പട്ടുനൂൽ പുഴുവിന്റെ അതിനെ വളർത്തിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് സിൽക്ക് ഫൈബർ ലഭിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത്. ഫോർ ഒബ്റ്റെയിനിങ് സിൽക്ക്, moths are reared and their cocoons are collected to get silk threads. സോ സിൽക്ക് ഫൈബർ ലഭിക്കാൻ വേണ്ടി എന്താണ് പറയുന്നത്, നമ്മൾ പഠിച്ചു എന്താണ് സെറികൾച്ചർ അല്ലെ. പട്ടുനൂൽ പുഴുക്കളെ സ്പെഷ്യൽ ആയിട്ട് വളർത്തിയെടുക്കുകയാണ്.
അത് പിന്നെ എന്താണ് കൊക്കൂൺ സ്റ്റേജിൽ വരുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് എന്ത് ലഭിക്കുന്നത്, സിൽക്കിന്റെ ഫൈബർ ലഭിക്കുന്നത്. സോ റിയറിംഗ് സിൽക്ക് വേംസ്. എ ഫീമെയിൽ സിൽക്ക് മോത്ത് ലേസ് hundreds of eggs at a time. The eggs are stored carefully on strips of cloth or paper and sold to silkworm farmers. So എങ്ങനെയാണ് പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫീമെയിൽ സിൽക്ക് മോത്ത്, പെൺജാതിയിലുള്ള എന്താണ് സിൽക്ക് മോത്ത് എന്താണ്, ഇറ്റ് ലേസ് ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ്, 100-ലധികം മുട്ടകൾ ഒരു സമയം അത് ഇടും. ഓക്കെ, സോ ദ എഗ്സ് ആർ സ്റ്റോർഡ് കെയർഫുള്ളി ഓൺ സ്ട്രിപ്സ് ഓഫ് ക്ലോത്ത് ഓർ പേപ്പർ. അത് എന്താണ് പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ സൂക്ഷിച്ചിട്ട് അടുത്ത അതിനെ ആർക്ക് കൊടുക്കും, സിൽക്ക് വേം ഫാമേഴ്സ്, സിൽക്ക് വേമിനെ ഉണ്ടാക്കുന്ന കർഷകരുടെ അവർക്ക് കൊടുക്കും. Then the farmers keeps eggs under hygienic conditions and under suitable conditions of temperature and humidity. നിങ്ങൾക്കറിയാമല്ല, മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ എന്താണ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ആവശ്യമുണ്ട്. സോ അവരെ ഈ കർഷകർ എന്ത് ചെയ്യും, ഇങ്ങനെ ലഭിക്കുന്ന മുട്ടകള് വളരെ ഹൈജീനിക് ഉള്ള വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളിൽ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറൊക്കെ ക്രമീകരിച്ച് ആ മുട്ടകൾക്ക് വിരിഞ്ഞ് ലാർവയായിട്ട് മാറാനുള്ള ഒരു അന്തരീക്ഷം, ഒരു കണ്ടീഷൻ അവര് ഉണ്ടാക്കി കൊടുക്കും. The eggs are warmed to a suitable temperature for the larvae to hatch from eggs. So at ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ മുട്ട വിരിഞ്ഞ് എന്താണ് ലാർവയായിട്ട് മാറുകയുള്ളൂ. സോ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. Okay, so this is done when mulberry trees bear a fresh crop of leaves. The larvae called caterpillars or silkworms eat day and night and increase enormously in size. So നമ്മള് പഠിച്ച മാതിരി എന്താണ് പട്ടുനൂൽപ്പുഴുക്കളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്, മൾബറി ചെടിയുടെ ഇല. സോ എന്താണ് അവരൊരു കർഷകര് എന്താണ് പട്ടുനൂൽപ്പുഴു വളർത്തുന്ന കർഷകര് ഈ ലഭിക്കുന്ന മുട്ടകളെ ഒരു പെർട്ടിക്കുലർ എന്താണ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്താണ് ലാർവ പുറത്തു വരും അല്ലെ. പുറത്തു വരുമ്പോ അതിന് നൽകുന്ന ഭക്ഷണം എന്താണ്, മൾബറി ചെടിയുടെ ഇല. സോ ആ രാത്രിയും പകലും ഈ സിൽക്ക് വേംസ് പട്ടുനൂൽ പുഴുക്കൾ ഈ മൾബറി ലീവ്സ് തിന്ന് എന്താണ് അതിന്റെ സൈസിന്റെ ഡബിൾ ആയിട്ട് അത് വളരും. Then what is the next process? The larvae are kept in a clean bamboo trays along with freshly chopped mulberry leaves. So ബാംബു ഉള്ള മുള കൊണ്ടുള്ള എന്താണ് ട്രേയിലാണ് ഈ ലാർവകളെ വെക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം അവർക്ക് ഭക്ഷണം എന്താണ് ഇട്ട് കൊടുക്കുന്നത്, ചോപ്ഡ് മൾബറി ലീവ്സ് കട്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഭക്ഷണം, അവർക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മൾബറി ലീവ്സ് ഈ ട്രേയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. After 25 to 30 days, the caterpillars stop eating and move to a tiny chamber of bamboo in the tray to spin cocoon. So ഏകദേശം 1 മാസത്തോളം ഇവർക്ക് ഈ പുഴുക്കൾക്ക് എന്താണ് മൾബറി ലീവ്സ് ഇട്ട് കൊടുത്ത് അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് വളർന്ന് എന്താണ് അത് അതിന്റെ സൈസിന്റെ ഡബിൾ ആയിട്ട് വലുതായി കഴിയുമ്പോൾ പിന്നെ എന്താണ് അടുത്തത് മുള കൊണ്ടുള്ള വലിയ ചേംബറിലേക്ക് ഈ പുഴുക്കളെ മാറ്റും. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, കൊക്കൂൺ നെയ്യുന്ന സ്റ്റേജ് ആണ് അല്ലെ. സോ ആ കൊക്കൂൺ നെയ്യുന്ന സ്റ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി ഏകദേശം 1 മാസത്തിന് ശേഷം ഈ പുഴുക്കളെ വലിയ മുള കൊണ്ടുള്ള വലിയ ചേംബറിലേക്ക് മാറ്റും. സ്മോൾ റാക്സ് ഓർ ട്വിഗ്സ് മേ ബി പ്രൊവൈഡഡ് ഇൻ ദ ട്രീസ് to which cocoons get attached. So cocoon എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരത്തിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, മരത്തിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സ്റ്റേജിലാണ് കൊക്കൂൺ സ്റ്റേജ് വരുന്നത്. സോ അതുകൊണ്ട് അവരെന്താണ് ചെറിയ കയറുകളോ അല്ലെങ്കിൽ എന്താണ് ചെറിയ തടി കൊണ്ടുള്ള ചെറിയ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കാരണം ആ കൊക്കൂൺ ഇങ്ങനെ ആ ഇതിൽ ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. സോ ദ കാറ്റർപില്ലർ ഓർ സിൽക്ക് ഫോം സ്പിൻസ് ദ കൊക്കൂൺ ഇൻസൈഡ് വിച്ച് ഡെവലപ്സ് ദ സിൽക്ക് മോത്ത്. സോ ആ ഒരു ഇങ്ങനെ എന്താണ് ഒരു കയറോ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ സെപ്പറേഷൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് അപ്പൊ ഈ പുഴുക്കൾ എന്ത് ചെയ്യും, അതിൽ കയറിയിട്ട് അതിന്റെ ആ ഇതിൽ തൂങ്ങി കിടന്നിട്ടാണ് എന്താണ് കൊക്കൂൺ ഇങ്ങനെ നെയ്യുന്നത്. ഓക്കെ, ദെൻ സോ നമ്മൾ പഠിച്ചു കൊക്കൂണിൽ നിന്നാണ് നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന്, സിൽക്ക് ഫൈബർ ലഭിക്കുന്നത് നമ്മൾ പഠിച്ചു. സോ നെക്സ്റ്റ് ഈസ് പ്രോസസിംഗ് സിൽക്ക്. എ പൈൽ ഓഫ് കൊക്കൂൺ ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് സിൽക്ക് ഫൈബേഴ്സ്. The cocoons are kept under the sun or boiled or exposed to steam. So ഈ പുഴുക്കള് വൺസ് എന്താണ് കൊക്കൂണിന്റെ സ്റ്റേജില് മുഴുവനായിട്ട് കൊക്കൂൺ നൂല് കൊണ്ട് കൊക്കൂൺ നെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്, ഈ കൊക്കൂണിനെ എടുത്തിട്ട് സണ്ണില് സൂര്യപ്രകാശത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ
എന്താണ് ആവിക്കകത്ത് വെക്കുകയോ അല്ലെങ്കിൽ വലിയ എന്താണ് തിളച്ച വെള്ളത്തിൽ ഇടുകയോ ചെയ്യും ഈ കൊക്കൂണിനെ എടുത്തിട്ട്. ദ സിൽക്ക് ഫൈബേഴ്സ് സെപ്പറേറ്റ് ഔട്ട്. സോ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ സ്റ്റീം അടിക്കുകയോ ചെയ്യുമ്പോഴെന്താണ് സിൽക്ക് ഫൈബേഴ്സ് ആ കൊക്കൂണിൽ നിന്ന് സെപ്പറേറ്റഡ് ആവും. The process of taking out threads from the cocoon for use as a silk is called what? Reeling the silk. So ഈ ഒരു പ്രോസസ്സിനെ അല്ലെ നമ്മുടെ കൊക്കൂണിൽ നിന്ന് സിൽക്കിന്റെ എന്താണ് സിൽക്ക് ഫൈബർ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? Reeling the silk. Reeling is done in special machines which unwind the threads or fibers of silk from the cocoon. Special machines യൂസ് ചെയ്തിട്ട് എന്താണ് ഈ കൊക്കൂണിൽ നിന്ന് ത്രെഡിനെ അല്ലെങ്കിൽ ഫൈബറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സിൽക്ക് ഫൈബേഴ്സ് ആർ ദെൻ സ്പൺ ഇൻ ടു സിൽക്ക് ത്രെഡ്സ് വിച്ച് ആർ വൂവൺ ഇൻ ടു സിൽക്ക് ക്ലോത്ത് ബൈ വീവേഴ്സ്. സോ ഫൈബറിൽ നിന്ന് അടുത്ത പ്രോസസ് എന്താണ്? നമ്മൾക്ക് യാൺ ഉണ്ടാക്കണം അല്ലെ, ദാറ്റ് ഈസ് സിൽക്ക് ത്രെഡ്. സിൽക്കിന്റെ നൂല് ഉണ്ടാക്കണം. നൂലിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്തുണ്ടാക്കുന്നത്? സിൽക്കിന്റെ ക്ലോത്തുകൾ പിന്നെ നെയ്തെടുക്കുന്നത്. സോ ദിസ് ഈസ് ദ ഹോൾ പ്രോസസ്. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുക എന്നുള്ളതാണ് അല്ലെ ആദ്യത്തെ പ്രോസസ്. സോ അതിന് വേണ്ടിയിട്ട് ദാറ്റ് പ്രോസസ് എന്താണ് ആ ഇൻഡസ്ട്രി നമ്മൾ എന്താണ് വിളിക്കുന്നത്? സെറികൾച്ചർ. സിൽക്ക് ഫൈബർ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പട്ടുനൂൽപ്പുഴുക്കളെ സ്പെഷ്യലായിട്ട് വളർത്തുന്ന ആ പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ്സ് കോൾഡ് സെറികൾച്ചർ. പിന്നെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ എന്താണ് സിൽക്ക് ഫീമെയിൽ സിൽക്ക് പെൺജാതിയിലുള്ള സിൽക്ക് മോത്തിനെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വളർത്തുകയാണ് അല്ലെ. സോ അത് ഒരു ടൈമിൽ എന്താണ് 100-ലധികം മുട്ടകള് അതിടും. സോ അത് ഇട്ടതിന് ശേഷം പിന്നെ എന്താണ് അതിനെ ഹൈജീനിക് കണ്ടീഷൻസിൽ അല്ലെ ഒരു പ്രോപ്പർ ടെമ്പറേച്ചറിലൊക്കെ സൂക്ഷിക്കും. അത് അപ്പോഴാണ് മുട്ടയിൽ വിരിഞ്ഞ് ലാർവയായിട്ട് മാറുന്നത്. ലാർവ സ്റ്റേജിൽ എന്താണ് അതിന് അതിന്റെ ഭക്ഷണം എന്താണ്? മൾബറി ലീവ്സ്. സോ മൾബറി ലീവ്സ് കഴിച്ച് എന്താണ് ഏകദേശം 1 മാസം കഴിയുമ്പോൾ ഈ പുഴുക്കള് അതിന്റെ സൈസിന്റെ ഡബിൾ ആയിട്ട് വളരും. അത് വളർന്നു കഴിയുമ്പോഴാണ് പിന്നെ എന്താണ് ചെയ്യുന്നത്? അത് കൊക്കൂൺ നെയ്യാൻ തുടങ്ങുന്നത് അല്ലെ. സോ കൊക്കൂൺ നെയ്ത് നമ്മൾ പഠിച്ചു എന്താണ് അതിന്റെ തല വെച്ചിട്ട് 8 നമ്പറിന്റെ ഷേപ്പിലാണ് അതിങ്ങനെ കൊക്കൂൺ നെയ്യുന്നത് അല്ലെ. കൊക്കൂൺ നെയ്യുന്ന സ്റ്റേജ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് പ്രോസസ്? ആ കൊക്കൂണിനെ എടുത്തിട്ട് എന്താണ് തിളച്ച വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ എന്താണ് ആവി കയറ്റുകയോ എന്തെങ്കിലും അങ്ങനത്തെ പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ എന്താണ് ആ കൊക്കൂണിൽ നിന്ന് സിൽക്ക് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. സോ ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് റീലിംഗ് ഓഫ് ദ സിൽക്ക്. ദെൻ നമ്മൾ സിൽക്ക് ഫൈബർ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താണ്? സിൽക്കിന്റെ നൂലുണ്ടാക്കുക അല്ലെങ്കിൽ സിൽക്ക് യാൺ ഉണ്ടാക്കുക. അതിന് there are some special machines. ഫൈബറിൽ നിന്ന് എന്താണ് നൂലുണ്ടാക്കാനായിട്ട് there are some special machines. Then എന്താണ് നൂലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? Then the silk clothes are made. സോ മനസ്സിലായോ എന്താണ് സിൽക്ക് വേമിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കാനുള്ള പ്രോസസ് എന്താണെന്ന് മനസ്സിലായോ? സോ എന്താണ് ലൈഫ് സൈക്കിൾ ഓഫ് എന്താണ് സിൽക്ക് മോത്ത്? മുട്ട, ലാർവ, പ്യൂപ്പ ആൻഡ് ദെൻ വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ്? ദെൻ ബട്ടർഫ്ലൈ. ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ. സെയിം പ്രോസസ് ആണ് ഇവിടെ. സോ എന്താണ് മെയിലും ഫീമെയിലും ഉണ്ടാവും. നമ്മൾ സിൽക്ക് ഫൈബർ ലഭിക്കാൻ വേണ്ടി ആരെയാണ് വളർത്തിയെടുക്കുന്നത്? ഫീമെയിൽ സിൽക്ക് മോത്തിനെയാണ് കൂടുതലായിട്ടും വളർത്തുന്നത്. സോ അത് ഒരു സമയം എത്രയാണ്? 100-ലധികം മുട്ടകൾ ഇടും. മുട്ടയിൽ നിന്ന് അടുത്ത സ്റ്റേജ് ലാർവയിൽ നിന്ന് എന്താണ് പ്യൂപ്പ സ്റ്റേജിലാണ് അത് എന്താണ് കൊക്കൂൺ നെയ്യുന്നത് അല്ലെ ചുറ്റിനും. സോ കൊക്കൂൺ എന്താണ്? ദാറ്റ് ഈസ് ദ സിൽക്ക് ഫൈബർ. സോ സിൽക്ക് ഫൈബർ കൊക്കൂൺ സ്റ്റേജിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കൊക്കൂണിൽ നിന്ന് എന്താണ് ആവി കയറ്റുകയോ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ എന്താണ് സൂര്യപ്രകാശത്തിൽ വെക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് കൊക്കൂണിൽ നിന്ന് സിൽക്ക് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യും. സോ ആ പ്രോസസ്സിനെ എന്താണ് നമ്മൾ പഠിച്ചത്? റീലിംഗ് ഓഫ് ദ സിൽക്ക്. റീലിംഗ് സിൽക്ക്. സോ റീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ് എന്താണ്? സിൽക്കിന്റെ നൂലുണ്ടാക്കുക, സിൽക്ക് യാൺസ് ഉണ്ടാക്കുക. സ്പെഷ്യൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് ഫൈബറിൽ നിന്ന് സിൽക്ക് യാൺസ് ഉണ്ടാക്കുക. ദെൻ എന്താണ് യാൺസ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ്സ് വെച്ചിട്ട് നമ്മൾ സിൽക്കിന്റെ ഡിഫറെന്റ് ക്ലോത്ത്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് അതിനകത്ത് ഒരു ചെറിയ പോർഷനും ഉണ്ട്. ആ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. There are some small portions which are given there. In India, women are significantly involved in various kinds of industries related to silk production. There are rearing of silkworms, reeling of silkworms from cocoons, and processing of rock silk into
fabrics. By their enterprise, they contribute to the nation's economy. So, നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ ഇന്ത്യയിലെ എന്താണ് ഈ സെറികൾച്ചർ എന്ന് പറഞ്ഞ പണ്ട് കാലത്തെയുള്ള എന്താണ് ഒരു ഇൻഡസ്ട്രി ആണ്. സോ ഇന്ത്യയുടെ എക്കണോമിയിൽ ഇതൊരു മേജർ കോൺട്രിബ്യൂട്ടർ ആണെന്നാണ് പറയുന്നത്, സിൽക്ക് സെറികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഡിസ്കവറി ഓഫ് സിൽക്ക് എവിടെയാണ് നടന്നതെന്നാണ് എക്സാക്ട് ടൈം അറിയില്ല എവിടെയാണ് ഡിസ്കവറി ഈ സിൽക്കിന്റെ ഡിസ്കവറി ചെയ്തതെന്ന്. പക്ഷേ ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ ചൈനയിലാണ് ആദ്യമായിട്ട് എന്താണ് സിൽക്ക് ഫൈബർ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് ചൈനീസ് ലെജൻഡ്, the Empress Xilong Qi was asked by the Emperor Huang Ti to find the cause of the damaged leaves of mulberry trees growing in their garden. So ചൈനയിൽ പണ്ട് കാലത്തുള്ള ഒരു എംപറസ് എന്താണ് എംപറർ ഹുവാങ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപറർ ആണ്. അവരുടെ ഗാർഡനിൽ എന്താണ് മൾബറി ലീവ്സ് ഒരുപാട് എന്താണ് ഡാമേജ് ലീവ്സ് മൾബറി ലീവ്സ് ഒരുപാട് ഇങ്ങനെ കരണ്ട് ഇരിക്കുന്ന അവർ ശ്രദ്ധയിൽപ്പെട്ടു അല്ലെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? ദ എംപ്രസ് ഫൗണ്ട് വൈറ്റ് വേംസ് ഈറ്റിംഗ് അപ്പ് മൾബറി ലീവ്സ്. സോ അവർ നോക്കിയപ്പോൾ എന്താണ് മൾബറി ലീവ്സ് ഒരുമാതിരി വൈറ്റ് കളറുള്ള പുഴുക്കളെ കണ്ടു. ഷീ ഓൾസോ നോട്ടീസ് ദാറ്റ് ദേ വർ സ്പിന്നിങ് ഷൈനി കൊക്കൂൺസ് അറൌണ്ട് ദം. സോ നോക്കുമ്പോഴത്തേക്ക് അവരെന്താണ് ചുറ്റിനും ഇങ്ങനെ തിളങ്ങുന്ന ഒരു കൊക്കൂൺസ് ഇങ്ങനെ നെയ്യുന്നത് അവർ കണ്ടു. ആക്സിഡന്റലി എ കൊക്കൂൺ ഡ്രോപ്ഡ് ഇൻ ടു ഹർ കപ്പ് ഓഫ് ടീ ആൻഡ് ടാങ്കിൾ ഓഫ് ഡെലിക്കേറ്റ് ത്രെഡ്സ് സെപ്പറേറ്റഡ് ഫ്രം ദ കൊക്കൂൺ. ഇതൊരു സ്റ്റോറിയാണ്. എന്താണ് എങ്ങനെയാണ് സിൽക്ക് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. സോ അവരുടെ ഗാർഡനിലുള്ള മൾബറി ലീവ്സ് ഒരുപാട് ഇങ്ങനെ ഏതോ ഒരു പുഴു ഇങ്ങനെ കരണ്ടിരിക്കുന്ന അവർ ശ്രദ്ധയിൽപ്പെട്ടു. സോ നോക്കുമ്പോ എന്താണ് അതിങ്ങനെ ഒരു കൊക്കൂൺ അവർക്ക് ചുറ്റും നെയ്യുന്നതായിട്ട് കണ്ടു. സോ ആക്സിഡന്റലി എന്താണ് അവിടുത്തെ രാജ്ഞിയുടെ അവര് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവരുടെ ടീ കപ്പിലേക്ക് എന്താണ് ഈ ഒരു കൊക്കൂൺ അതിനകത്തേക്ക് വീണു എന്നാണ് പറയുന്നത്. സോ അതൊരു തിളച്ച ഹോട്ട് ടീ അല്ലായിരുന്നു. സോ ഹോട്ട് ടീയിലേക്ക് ഈ കൊക്കൂൺ വീണ് കഴിഞ്ഞപ്പോൾ എന്താണ് അവർ നോക്കുമ്പോൾ സിൽക്കിന്റെ ത്രെഡ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടു. സോ അങ്ങനെയാണ് എന്താണ് ചൈനയിൽ പണ്ട് കാലത്ത് സിൽക്ക് ഫൈബറിന് കണ്ടുപിടിച്ചെന്നാണ് ഒരു കഥ പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് സിൽക്കിൽ നിന്ന് എന്താണ് നമ്മൾ ഫൈബർ സെപ്പറേറ്റ് ചെയ്യുന്നുള്ള പ്രോസസ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ.